പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിലാക്കി കൊടുക്കുകയാണോ അതല്ല പുതിയ വീഞ്ഞ് പഴയ കുപ്പിയിലാക്കി കൊടുക്കുകയാണോ അങ്ങനെ ഒരു സംഭവം ഞാൻ കേട്ടിട്ടുണ്ട്. എന്തായാലും നിങ്ങൾക്കത് കറക്റ്റ് അറിയാമെങ്കിൽ അത് വീഡിയോയുടെ കമന്റ് ആയിട്ടാണ്. ഞാനിതിപ്പോൾ പറയാൻ കാരണം എന്ന് വെച്ചാൽ ഫ്ലിപ്കാർട്ട് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഒരു സംഭവമാണ്. അതായത് പഴയ ഓഫർ സെയിലുകളൊക്കെ തന്നെ പുതുതായിട്ട് പേര് മാറ്റിയിട്ട് നമ്മൾ വായിക്കൊള്ളാത്ത പുതിയ രീതിയിലുള്ള ട്രെൻഡിങ് പേരുകളൊക്കെ ഇടുമ്പോഴത്തേക്ക് നമ്മൾ വിചാരിക്കും എന്താ പറയുക, അയ്യോ അടിപൊളി ഓഫർ ആണെന്നൊക്കെ പറഞ്ഞിട്ട് ചെന്ന് വാങ്ങിക്കും. എന്നാൽ എന്താ പറയുക, എല്ലാം പഴയ ഓഫർ തന്നെയാണ്. സോ അതാണ് ഞാൻ ആദ്യം ആ ഒരു സംഭവം ഒരു വീഞ്ഞിന്റെ കാര്യം പറഞ്ഞത്. എന്തായാലും ഇപ്പോൾ നിങ്ങൾ ഈ ഒരു ഫ്ലിപ്കാർട്ട് ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും ഗോഡ് സെയിൽ എന്നിട്ട് പുതിയ സംഭവം, ഭയങ്കര അടിപൊളി ഗ്രാഫിക്സ്, അതുപോലെ തന്നെ ടെക്സ്റ്റിന്റെ ഫോണ്ടൊക്കെ നല്ല രസമുണ്ട് കാണാനായിട്ട്. പക്ഷേ ഈ രസം ഇതിൽ മാത്രമേ ഉള്ളൂ, അല്ലാണ്ട് വേറെ ഒന്നുമില്ല. എനിക്ക് തോന്നുന്നു ഗ്രാഫിക് ഡിസൈനേഴ്സിനെ പുതുതായിട്ട് നല്ല രീതിക്ക്, അല്ലെങ്കിൽ മാർക്കറ്റിംഗ് ടീമിനെ നല്ല രീതിക്കുള്ള പുതിയ ബ്രില്യൻ്റ് ആയിട്ടുള്ളവരെടുത്ത് അവരാണ് ഈ പണികളൊക്കെ ചെയ്യുന്നത് കേട്ടോ. കാരണം ആൾക്കാരെ പറ്റിക്കുക എന്നുള്ളൊരു സംഭവം മാത്രമാണ് ഫ്ലിപ്കാർട്ട് ഇപ്പോൾ കുറച്ച് നാളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു ഗോഡ് സെയിൽ വേറെ ഒന്നുമല്ല, ആമസോണിലെ പ്രൈംഡ് ഉണ്ടല്ലോ, അപ്പൊ അതിനെ പൊട്ടിക്കാൻ വേണ്ടിയുള്ള ഒരു സംഭവമാണ്, അല്ലാണ്ട് വേറെ ഒന്നുമല്ല. എന്തായാലും ഇതിനകത്ത് കുറച്ച് ലാഭകരമായിട്ട് നമുക്ക് വാങ്ങിക്കാൻ പറ്റുമായിരിക്കും. കാരണം ആമസോണിൽ ആ ഒരു പ്രൈം ഡേയിൽ അത്യാവശ്യം നല്ല ലാഭത്തിന് നമുക്ക് സാധനങ്ങൾ മേടിക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ ആ ഒരു സെയിലിനോട് കടപിടിക്കുക എന്നുള്ളൊരു ഉദ്ദേശം വെച്ചുകൊണ്ട് ചിലപ്പോൾ ഇവിടെ കുറച്ച് സാധനങ്ങൾക്ക് വില കുറച്ചാലായി. എന്തായാലും ഇതുവരെ അങ്ങോട്ട് ഡേറ്റ് കൺഫേം ആയിട്ടില്ല. എന്നാണെങ്കിലും അതിന്റെ ആ ഒരു ദിവസം നമ്മുടെ ചാനലിൽ ഇതിന്റെ വീഡിയോ ഉണ്ടാവും. പ്രത്യേകിച്ച് ഞാൻ ഒരു പ്ലസ് മെമ്പർ ആയതുകൊണ്ട് തന്നെ എനിക്ക് ഏർലി ആക്സസ് കിട്ടും. സോ അന്ന് തന്നെ ഫസ്റ്റ് ഡേയിൽ തന്നെ ഞാൻ വീഡിയോകൾ ഇട്ട് തുടങ്ങും കേട്ടോ. എന്തായാലും ഈ ഒരു ഗോഡ് സെയിലിലേക്ക് വരുവാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ആക്സിസ് ബാങ്ക്, HDFC ബാങ്ക്, IDFC ഫസ്റ്റ് ബാങ്ക്, ഈ 3 ബാങ്കുകളുടെയും ക്രെഡിറ്റ് കാർഡ് ഡെബിറ്റ് കാർഡ് രണ്ടിനും ഓഫർ ഉണ്ടോ എന്ന് അറിയത്തില്ല. ജസ്റ്റ് 10% ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട് എന്ന് മാത്രമാണ് എഴുതിയിരിക്കുന്നത്, കൂടുതലൊന്നും കൊടുത്തിട്ടില്ല. കൂടാതെ UPI, ഇവരുടെ ആ ഒരു ഫ്ലിപ്കാർട്ട് UPI യൂസ് ചെയ്യണമെങ്കിൽ അപ് ടു 50% ഓഫ് ഉണ്ടെന്ന് കാണിക്കുന്നുണ്ട്. അത് ഫസ്റ്റ് UPIക്ക് മാത്രമാണോ എല്ലാത്തിലും ഉണ്ടോ എന്നും എവിടെയും തന്നെ മെൻഷൻ ചെയ്തിട്ടില്ല. കൂടാതെ ഇവരുടെ ഫ്ലിപ്കാർട്ട് ആക്സിസ് ബാങ്ക് ക്രെഡിറ്റ് കാർഡ് ഉണ്ടെങ്കിൽ 5% അൺലിമിറ്റഡ് ക്യാഷ് ബാക്കും കിട്ടുന്നതാണ്. കൂടാതെ ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, നമ്മുടെ ഫ്ലിപ്കാർട്ട് പ്ലസ് മെമ്പേഴ്സിന് ഏർലി ആക്സസ് കിട്ടും. അതുപോലെ തന്നെ പ്ലസ് മെമ്പേഴ്സിന് ഫ്ലൈറ്റ്, ഹോട്ടൽ, ബസ് ഒക്കെ ബുക്ക് ചെയ്യുന്ന സമയത്ത് അപ് ടു 25% ഓഫ് ഉണ്ടെന്നും ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. കൂടാതെ എന്താ പറയുക, ഗോഡ് ബ്രാൻഡ്സ് റിവീലിംഗ് സൂൺ ലോസ്റ്റ് പ്രൈസസ് എന്ന് പറഞ്ഞിട്ട് റിവീൽ ചെയ്തിട്ടില്ല. എന്തായാലും റിവീൽ ചെയ്യുവാണെങ്കിൽ ഞാൻ ഷോർട്സ് ആയിട്ടൊക്കെ ഇടുന്നതാണ് കേട്ടോ. സാംസങ് ഗാലക്സി ബഡ്സ് 3 Pro പ്രീ ഓർഡർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. സാംസങ് ഗാലക്സി വാച്ച് 7 പ്രീ ഓർഡർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. പ്രീ ഓർഡർ ചെയ്തിട്ട് വല്ല ഉപയോഗം ഉണ്ടെന്നുള്ളത് എവിടെ തന്നെ മെൻഷൻ ചെയ്തിട്ടില്ല. കൂടാതെ 20+ ന്യൂ ലോഞ്ചസ് എന്ന് പറഞ്ഞിട്ട് കുറച്ച് സംഭവങ്ങളുണ്ട്. അതിൽ ഒന്നാണ് നമ്മുടെ നത്തിങ് CMF നത്തിങ് ഫോൺ ഓൺ. നാളെ ഉച്ചയ്ക്ക് 12 മണി മുതൽ ഫസ്റ്റ് സെയിലിനെത്തുവാണ്. ചിലപ്പോൾ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുമ്പോഴത്തേക്ക് ഓൾറെഡി ഇത് ലോഞ്ച് ആയിട്ടുണ്ടാവുക. കൂടാതെ ഡീൽസ് ഓൺ എന്ന് പറഞ്ഞിട്ട് അതിനകത്ത് എക്സ്ക്ലൂസീവ് കൂപ്പൺസ്, ടിക്ടോക്ക് ഡീൽസ്, റഷ് അവേഴ്സ്, ഫ്ലാറ്റ് ഡീൽസ്, സൂപ്പർ കോയിൻസ്, ഇങ്ങനെയുള്ള കുറേ ഓഫർ ഡീൽസുകൾ നമുക്ക് കാണാൻ സാധിക്കും. അതേപോലെ തന്നെ ഒരു ഗ്രേറ്റ് റിവീൽ കാലണ്ടർ എന്ന് പറഞ്ഞിട്ടൊരു സംഭവം കൊടുത്തിട്ടുണ്ട്. അതിൽ 12 ജൂലൈയിൽ നത്തിങ് CMF ഫോൺ ബഡ്സ് Pro 2, കൂടാതെ അവരുടെ വാച്ച് ഉണ്ടല്ലോ, വാച്ച് പ്രോ, അതും ഒക്കെ ഫസ്റ്റ് സെയിലിനെത്തുവാണ്. കൂടാതെ ഏർലി ബേർഡ് ഡീൽസ്, GOAT ബ്രാൻഡ്സ്, അങ്ങനെ കുറേ കാര്യങ്ങൾ 15-ാം തീയതി, പിന്നെ 16-ാം തീയതി, 18-ാം തീയതി, 19-ാം തീയതി ഒക്കെ തന്നെ ഓരോന്ന് ഇങ്ങനെ റിവീൽ ആവുന്നതാണ്. ഉറപ്പായിട്ടും 20-21 ദിവസങ്ങളിൽ 20-ാം തീയതി ആയിരിക്കും എന്തായാലും ഇവരുടെ ആ ഒരു ഫസ്റ്റ് സെയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. അത് വേറെ ഒരു സംശയമില്ല. കാരണം പ്രൈം ഡേ എന്ന് പറയുന്നത് 20-ാം തീയതിയാണ്. പിന്നെ ഉള്ളതെന്ന് പറയുമ്പോഴത്തേക്ക് ബിഗസ്റ്റ് ഡീൽസ് ഓൺ സ്മാർട്ട് ഫോൺസ് റിവീലിംഗ് സൂൺ, അത് ഇതുവരെ അങ്ങോട്ട് റിവീൽ ചെയ്തിട്ടില്ലേ. ഒരു കാര്യമുണ്ട് കേട്ടോ, നമ്മളിപ്പോൾ അത് പറയാതിരിക്കാൻ പറ്റത്തില്ല. നമുക്ക് ആമസോണിലേക്കാളും iPhone 15 ആണെങ്കിലും iPhone 14 ആണെങ്കിലും iPhone 13 ആണെങ്കിലും ഒക്കെ തന്നെ കുറെ കൂടിയൊക്കെ ലാഭത്തിന് ഇവരുടെ ഓഫർ സെയിലായിരിക്കാം മേടിക്കാൻ സാധിക്കുന്നത്. സോ ഒന്ന് വെയിറ്റ് ചെയ്യൂ, റിവീലിംഗ് സൂൺ എന്നാണ് പറയുന്നത്. എന്തായാലും 20-ാം തീയതിക്ക് മുന്നേ അവരങ്ങോട്ട് റിവീൽ ചെയ്യും. ഏതിലാണോ കാശ് കുറവ് അതിന് അങ്ങോട്ട് വാങ്ങിക്കാനേ ഞാൻ അങ്ങോട്ട് പറയത്തുള്ളൂ. ഐഫോൺ മാത്രമല്ല, സാംസങ് ആണെങ്കിലും, വിവോ ആണെങ്കിലും, മോട്ടോ ആണെങ്കിലും, അതുപോലെ തന്നെ പോക്കോ, പല പ്രോഡക്റ്റുകളുടെയും ആ ഒരു റേറ്റുകൾ റിവീൽ ചെയ്യുന്നുണ്ടാവും അടുത്ത് തന്നെ. കൂടാതെ TV ആൻഡ് അപ്ലയൻസസിന് അപ് ടു 80% ഓഫാണ്. ഇലക്ട്രോണിക് ഐറ്റംസിന് അപ് ടു 80% ഓഫാണ്. സ്മാർട്ട് ഗാഡ്ജറ്റ്സിന് 50 to 80% ഓഫർ ഇവിടെ ഉണ്ടെന്ന് പറയുന്നുണ്ട്. നമ്മുടെ മെയിൻ സാധനം ഇതിനകത്താണ്, ഇയർബഡ്സ്, സ്മാർട്ട് വാച്ച് ഒക്കെ തന്നെ. ഉറപ്പായിട്ടും ഇതിൻ്റെയൊക്കെ വീഡിയോകൾ അടുത്ത് തന്നെ നിങ്ങൾ നമ്മുടെ ചാനലിൽ കാണും. ഫാഷൻ അപ് ടു 50 to 80%, ബ്യൂട്ടി, ഫുഡ്, സ്പോർട്സിന് അങ്ങനെയുള്ള സാധനങ്ങൾക്ക് അപ് ടു 80% ഓഫ്. ബിഗസ്റ്റ് ട്രാവൽ ഡീൽസിന് ഞാൻ ഓൾറെഡി പറഞ്ഞു, നമ്മുടെ പ്ലസ് മെമ്പേഴ്സിന് മാത്രമാണ് അവിടെ എഴുതിയിരുന്നത്. എന്നാൽ ഇവിടെ വരുമ്പോഴത്തേക്ക് അപ് ടു 25% ഓഫ് എന്ന്, അതായത് കോമൺ ആയിട്ട് തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്താണ് അതിൻ്റെ കാര്യം അറിയത്തില്ല. കൂടാതെ ഹോം ആൻഡ് കിച്ചൺ 49 രൂപ മുതൽ നമുക്ക് കിട്ടും. ബെഡ്, മാട്രസസ് ആൻഡ് മോർ അപ് ടു 80% ഓഫാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ കഴിച്ചു. അതായത് മാക്സിമം നമുക്കൊരു 50 to 80% പല പ്രോഡക്റ്റുകൾക്കും ഓഫറിൽ കിട്ടും എന്നുള്ളത് എന്തായാലും ഈ ഒരു ഗോഡ് സെയിലിൽ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ഇതൊക്കെ തന്നെ കിട്ടോ ഇല്ലയോ എന്നുള്ളത്
ഉറപ്പായിട്ടും ഈ ഒരു ഓഫർ സെയിൽ ലൈവ് ആകുമ്പോഴത്തേക്ക് ഞാൻ അങ്ങോട്ട് പറഞ്ഞുതരാവേ. നിങ്ങൾ എന്തായാലും നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഫോളോ ചെയ്തോളൂ. കാരണം ഓഫർ സെയിലാണ് മെയിൻ ആയിട്ട് നമ്മുടെ ചാനൽ ചെയ്യുന്നത്. പിന്നെ ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സുകളൊക്കെ തന്നെ അൺബോക്സ് ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എന്തായാലും ഒരു ഗോഡ് സെയിലിനെ കുറിച്ചൊരു ഏകദേശ ധാരണ നിങ്ങൾക്ക് ലഭ്യമായെന്ന് വിശ്വസിക്കുന്നു. വീണ്ടും പറയാനുള്ളത് ഇതൊക്കെ ഒന്നുമില്ല, ചുമ്മാ പറ്റിപ്പാണ്. സോ കൂടുതൽ നിങ്ങൾ എക്സൈറ്റഡ് ആവേണ്ട ആവശ്യമില്ല. ഉറപ്പായിട്ടും നമുക്ക് എക്സൈറ്റഡ് ആവേണ്ട ഒരു സമയം എന്ന് പറയുന്നത് ബിഗ് ബില്യൺ ഡേയ്സ് ആകുമ്പോഴാണ്. സോ ആ സമയത്ത് നമ്മൾ കുറച്ച് നാട്ട് എക്സൈറ്റഡ് ആയാൽ മതി. ഇപ്പോൾ എന്തായാലും ഈ കണ്ണി പൊടിയിടുന്ന രീതിക്കുള്ള സംഭവം, അല്ലെങ്കിൽ ഞാൻ മറ്റേ ആ ഒരു വിഞ്ഞിന്റെ കാര്യം പറഞ്ഞില്ലേ, അങ്ങനെ മാത്രം ചിന്തിച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ആരും ഇഷ്ടം ലൈക്കായിട്ടും അഭിപ്രായങ്ങൾ കമന്റ് ആയിട്ട്, കൂടാതെ നമ്മുടെ ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് അങ്ങനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുന്നതായിരിക്കും. ബൈ.